പ്രിയമുള്ളവരെ, മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് സുപ്രധാനപ്പെട്ട ഒരു വിഷയം വ്യാപാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ്. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഡേറ്റ് 2026 ജൂലൈ 25 വ്യാപാരി സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഞാനിപ്പോൾ ലൈസൻസുമായി ബന്ധപ്പെട്ട് ഇവിടെ പരിശോധന നടത്തിയപ്പോൾ ഒരു ഏകദേശം 25% വ്യാപാരികൾക്ക് മാത്രമേ ഇപ്പോൾ ലൈസൻസ് നിലവിൽ കരസ്ഥമാക്കിയിട്ടുള്ളൂ. അത് ഭരണസമിതി വരുമ്പോൾ 10% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വ്യാപകമായി ലൈസൻസ് പരിശോധിക്കാൻ വേണ്ടി ഒരു സ്റ്റാഫിനെ നിയമിക്കുകയും ആ പരിശോധന നടത്തിയപ്പോഴാണ് ഒരു 15% കൂടി ലൈസൻസ് വർദ്ധിച്ചത്. ഇപ്പോൾ 75% വ്യാപാരികൾ, എൻ്റെ ഒരു കണക്ക് പ്രകാരം ഏകദേശം ഒരു 1500-ലധികം ആളുകൾ ലൈസൻസ് ഇപ്പോഴും എടുത്തിട്ടില്ല. ആ ലൈസൻസ് എടുക്കാത്തപ്പോൾ നിങ്ങൾക്ക് ആ വ്യാപാര സ്ഥാപനങ്ങളിൽ നടക്കുന്ന അപകടങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആനുകൂല്യങ്ങൾ എനിക്ക് ലഭിക്കാൻ പോകുന്നില്ല. അതുപോലെ GST പോലുള്ള കാര്യങ്ങൾക്ക് ലൈസൻസ് നിർബന്ധമാണ്. നിങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ ഒരിക്കലും സേവിങ് അക്കൗണ്ട് ഉപയോഗിക്കാൻ പാടില്ല, കറണ്ട് അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നത്. ആ കറണ്ട് അക്കൗണ്ട് ഉപയോഗിക്കണമെങ്കിൽ ലൈസൻസ് വേണം. അപ്പോൾ ഈ ലൈസൻസ് നിങ്ങൾക്ക് വ്യാപാരം ചെയ്യുമ്പോൾ നിർബന്ധമാണ്. അതുപോലെ ഭൂരിഭാഗം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പഞ്ചായത്തിലേക്കുള്ള ടാക്സ് അടക്കാറില്ല. ഹരിതകർമ്മ സേനയ്ക്കുള്ള അവരുടെ യൂസർ ഫീയോ പ്ലാസ്റ്റിക് മാലിന്യമോ നൽകാറില്ല. ഞാനിതൊരു ബഹുമാനപ്പെട്ട വ്യാപാരികളോട് ഒരു അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കണം. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പഞ്ചായത്ത് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഈ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം പ്ലാസ്റ്റിക് മാലിന്യം, നിരോധിത പ്ലാസ്റ്റിക്കുകൾ പോലും ഉപയോഗിക്കുന്നതായി ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഒരാഴ്ച സമയം നൽകുകയാണ്. ഇത് വിൽപ്പന നടത്തുന്ന ആളുകളും ഇത് പൊതുജനങ്ങൾക്ക് നൽകുന്ന വ്യാപാരികളും ആ നിരോധിത പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളത് ഒഴിവാക്കണം. ഇപ്പോൾ സ്വാഭാവികമായി ഷോപ്പിൽ വന്ന് ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരു സാധനം വാങ്ങുമ്പോൾ ഒരു പ്ലാസ്റ്റിക്, രണ്ടാമത് വാങ്ങുമ്പോൾ രണ്ടാമത്തെ നിരോധിത പ്ലാസ്റ്റിക് കവറുകളാണ് നിങ്ങൾ നൽകുന്നത്. ഓരോ സാധനത്തിനും ഓരോ കവർ നൽകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കുക. പ്ലാസ്റ്റിക് മാലിന്യം പൂർണ്ണമായും നമ്മുടെ നിരോധിത പ്ലാസ്റ്റിക് മാലിന്യം ഉപയോഗം ഒഴിവാക്കാൻ വേണ്ടി കർശനമായ നടപടികൾക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി സ്കൂളുകൾ, വിദ്യാലയങ്ങൾ, ക്ലബ്ബുകൾ ഒക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ബോധവൽക്കരണം പഞ്ചായത്ത് ആരംഭിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട വ്യാപാരികൾ സഹകരിക്കണമെന്ന് വിനീതപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.